ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മോഡലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഓക്കെ, കൂട്ടുകാർ റെഡിയല്ലേ? അപ്പോൾ ഇവിടെ നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. 25 മാർക്കിൻ്റെ ഒരു പേപ്പറാണിത്. 2 മണിക്കൂറാണ് പരീക്ഷ എഴുതാനുള്ള സമയം. ഒന്നാമത്തെ പ്രവർത്തനം ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മലയാളം അഥവാ കേരള പാഠാവലിയിൽ സാധാരണയായിട്ട് വരാറുള്ളത് ഈ ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് വായിച്ചു നോക്കാം എന്താണ് ഇവിടെ തന്നിട്ടുള്ള ഖണ്ഡിക എന്നുള്ളത്. മുറ്റത്തെ മുള്ളുവേലിയിൽ ചിറകു കുരുങ്ങി ഒരു തത്തക്കുഞ്ഞ്. കാശിക്കുട്ടൻ ഓടിച്ചെന്നതിനെ എടുത്തു. ഭാഗ്യം, പരിക്കൊന്നുമില്ല. പച്ചയുടുപ്പിട്ട പോലെ നനുത്ത തൂവലും നല്ല ചെഞ്ചുണ്ടും ഉള്ള സുന്ദരി തത്ത. കാശി അവളെ കൂട്ടിലാക്കി. ഒരു പാത്രത്തിൽ ചോറെടുത്തു കൊടുത്തു. തത്ത കുഞ്ഞ് കഴിക്കുന്നില്ല, പകരം ഉച്ചത്തിൽ കരച്ചിലാണ്. കാശിക്ക് സങ്കടം വന്നു. പട്ടിണി കിടന്നാൽ ഇത് ചത്തുപോകില്ലേ? ഇനി എന്തു ചെയ്യും? അമ്മയോട് ചോദിക്കാം. അമ്മയെ എന്ന് വിളിച്ച് കാശി വീട്ടിലേക്ക് ഓടി. അമ്മയെ കാണാതെ കാശി ആകെ വിഷമിച്ചു. ഒന്ന് കുളിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ട് വന്നു. ആശ്വാസം. പിന്നെ ഒന്നും ആലോചിച്ചില്ല. കാശി ചായ്പിലേക്ക് ചെന്നു. തത്ത കുഞ്ഞിനെ പുറത്തേക്ക് പറത്തിവിട്ടു. വേഗം അമ്മയുടെ അടുത്ത് പൊക്കോളൂ, അവൻ തത്ത കുഞ്ഞിനോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള ഖണ്ഡിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം, കാശിക്ക് കിട്ടിയ തത്തക്കുഞ്ഞിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? എങ്ങനെയുള്ളതായിരുന്നു ആ തത്തക്കുഞ്ഞ്? പച്ചയുടുപ്പിട്ട പോലെ നനുത്ത തൂവലും നല്ല ചെഞ്ചുണ്ടുമുള്ള സുന്ദരി തത്തയായിരുന്നു അല്ലേ? പച്ചയുടുപ്പിട്ട പോലെ നനുത്ത തൂവലും നല്ല ചെഞ്ചുണ്ടുമുള്ള സുന്ദരി തത്ത. ഈ ചോദ്യം, തത്തക്കുഞ്ഞ് ഭക്ഷണം കഴിക്കാത്തതിന് കാരണം എന്തായിരിക്കും? കൂട്ടുകാരെ തത്തക്കുഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്നത്? തത്തക്കുഞ്ഞിൻ്റെ അമ്മയെ കാണാത്തത് കൊണ്ടാവും അല്ലേ? തത്തക്കുഞ്ഞിൻ്റെ അമ്മയെ കാണാത്തത് കൊണ്ട്. സി, മാതൃക നോക്കി പൂരിപ്പിക്കുക. മുള്ളുവേലി, മുള്ളുകൊണ്ടുള്ള വേലി. തത്തക്കുഞ്ഞിനെ എങ്ങനെ പറയാം? തത്തക്കുഞ്ഞ്, തത്തയുടെ കുഞ്ഞ്. ഓക്കെ, തത്തയുടെ കുഞ്ഞ്. വെള്ളിക്കരണ്ടി, വെള്ളി കൊണ്ടുള്ള കരണ്ടി. ഓക്കെ, ഇനി ഡി ആണ്, പിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചോറെടുത്തു, അതിനെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? ചോറ് പ്ലസ് എടുത്തു. ഓക്കെ, ചോറ് പ്ലസ് എടുത്തു. ഇനി ഓടിച്ചെന്നു എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഓടി പ്ലസ് ചെന്നു. ഓക്കെ, ഓടി പ്ലസ് ചെന്നു, ഓടിച്ചെന്നു. ഒരു ചോദ്യം കൂടെയുണ്ട്, ഡി ആണ്. എന്തു കാര്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കാശി തത്തക്കുഞ്ഞിനെ പറത്തിവിട്ടത്? എന്തായിരുന്നു? തത്തക്കുഞ്ഞിന് സ്വാതന്ത്ര്യത്തോടെ പറന്നു നടക്കാനും അതിൻ്റെ അമ്മയുടെ അടുത്തെത്താനും ആഗ്രഹമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കാശി അതിനെ പറത്തിവിട്ടത് അല്ലേ? അമ്മയെ കാണാതായപ്പോഴാണ് കാശിക്ക് ശരിക്കും അത് മനസ്സിലായത്. അതുകൊണ്ട് കാശി എന്ത് ചെയ്തു? ആ തത്തക്കുഞ്ഞിനെ പറത്തിവിട്ടു. അപ്പോൾ ഇതാണ് ആദ്യത്തെ സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത് നന്നായിട്ട് കൂട്ടുകാർ വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക, എന്നിട്ട് ഉത്തരങ്ങൾ എഴുതുക. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. വരികൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. കാട്ടിലെ കുറുക്കന് കാക്കച്ചിപ്പെണ്ണുമായി കാട്ടിലെ പന്തലിൽ കല്യാണം. കണ്ടോരും കേട്ടോരും കല്യാണം കൂടാനായി കാട്ടിലെ പന്തലിൽ ഓടിയെത്തി. മുറിവാലൻ അണ്ണാനും മൂങ്ങയും മുതലയും മൂവന്തി നേരത്തു വന്നു ചേർന്നു. കാക്കയും ഡാഷ്, അവിടെ എന്ത് കൊടുക്കാം നമുക്ക്? കാക്കയും കൊക്കും മീൻ കൊത്തിച്ചാത്തനും കാലത്തു തന്നെ പറന്നിറങ്ങി. പിന്നെ അടുത്ത വരിയും കൂടെ എഴുതി ചേർക്കണം. പുഴയിലെ മീനുകളെല്ലാം ചേർന്നിട്ട് തുഴഞ്ഞങ്ങു വേഗമെത്തി. ഓക്കെ, അപ്പോൾ ആ ഒരു 2 അവിടെ വെട്ടുപോയതും അടുത്തൊരു വരിയുമാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വരികൾ കൂട്ടിച്ചേർക്കാനുള്ള പ്രവർത്തനവും നിങ്ങൾക്ക് ഉണ്ടാവാം. അടുത്ത പ്രവർത്തനം സംഭാഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. സംസ്ഥാന കായികോത്സവത്തിൽ ഓട്ടമത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വൈഷ്ണവുമായി നവകേരളം ചാനലിലെ മുത്തുമണി നടത്തിയ അഭിമുഖ സംഭാഷണം പൂർത്തിയാക്കുക. അപ്പോൾ മുത്തുമണി ചോദിക്കുകയാണ്, ഈ വലിയ വിജയത്തിൽ വൈഷ്ണവിന് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ വൈഷ്ണവ് എന്തെങ്കിലും പറയല്ലേ, പിന്നെയും മുത്തുമണി എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അവസാനം മുത്തുമണി പറയുന്നുണ്ട്, എൻ്റെ മാതാപിതാക്കളും സ്കൂളിലെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളുമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ മുത്തുമണി പറയുന്നുണ്ട്, വൈഷ്ണവിൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് ആശംസിക്കുന്നു, ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതാണ് നമ്മൾ അവിടെ എഴുതി പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സംഭാഷണം എഴുതി നോക്കാം അല്ലേ?
അപ്പോൾ ആദ്യം മുത്തുമണി ചോദിച്ച എന്താണ്, ഈ വലിയ വിജയത്തിൽ വൈഷ്ണവിന് എന്ത് തോന്നുന്നു എന്നാണ് അല്ലേ. അപ്പോൾ വൈഷ്ണവ് എന്താ പറയുക, അഭിമാനവും സന്തോഷവും ഉണ്ട്, എനിക്ക് പ്രേരക ശക്തിയായവരോട് കടപ്പാടുമുണ്ടെന്ന് പറയുന്നുണ്ട്. മുത്തുമണി പിന്നെയും ചോദിക്കുന്നുണ്ട്, ആരൊക്കെയാണ് വൈഷ്ണവിന് പ്രോത്സാഹനം നൽകിയത്? ആരാണ്? എൻ്റെ അധ്യാപകരും എൻ്റെ മാതാപിതാക്കളും സ്കൂളിലെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളും. പിന്നെ മുത്തുമണി ചോദിക്കുകയാണ്, വൈഷ്ണവിൻ്റെ വിജയത്തിൽ അവരെന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈഷ്ണവ് എന്ത് പറയും? എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, അവരുടെ പ്രതീക്ഷക്കൊത്ത് ഞാൻ ഉയർന്നു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രയത്നിച്ചു. അപ്പോൾ മുത്തുമണി എന്ത് പറയും? വൈഷ്ണവിൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് ആശംസിക്കുന്നു, ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു സംഭാഷണമൊക്കെ എഴുതാൻ കൂട്ടുകാർക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത പ്രവർത്തനം 4-ലെ എ ആണ്, വിവരണം തയ്യാറാക്കുക. നാളെ സ്കൂളിൽ നിന്നും ടൂറ് പോവുകയാണ്. വിനോദിന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തെല്ലാം കാഴ്ചകളായിരിക്കും? മൃഗശാല, കടൽ, മ്യൂസിയം, കൂട്ടുകാരെല്ലാം കൂടി നല്ല രസമായിരിക്കും. പാതിമയക്കത്തിൽ തനിക്ക് ചിറക് മുളക്കുന്നത് പോലെ സ്വപ്നത്തിൽ വിനോദ് ആകാശത്തേക്ക് പറന്നു. വിനോദ് കണ്ട സ്വപ്നത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ വിനോദ് യാത്ര പോവുകയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ യാത്രയിൽ കാണുന്ന കാഴ്ചകളെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു കുറിപ്പിൽ വിവരണത്തിൽ എഴുതി തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എഴുതാമല്ലേ. പറന്ന് പറന്ന് ഞാൻ കടലിനു മുകളിൽ എത്തി. തിരമാല അടിച്ചുയരുന്നു. വെള്ളം പതഞ്ഞ് കരയിലേക്ക് അടിച്ചു കയറുന്നു. കുട്ടികൾ കടൽ വെള്ളത്തിൽ ചാടിമറിഞ്ഞ് കളിക്കുന്നു. ബലൂണുകളും പട്ടങ്ങളുമെല്ലാം ആകാശത്തു കൂടി പറന്നു കളിക്കുന്നു. ആരാണ് നൂലിൻ്റെ അറ്റം പിടിച്ചിരിക്കുന്നതെന്നറിയാൻ പോലും കഴിയാത്തത്ര പട്ടങ്ങൾ ഉയർന്നു പറക്കുന്നു. അവിടെ നിന്നും പറന്നു ഞാൻ മൃഗശാലയിലാണ് ചെന്നിറങ്ങിയത്. നല്ല തിരക്കാണ്. ടിക്കറ്റ് എടുത്ത് ഞാനും ഉള്ളിൽ കയറി. പലതരം പക്ഷികളെയാണ് ആദ്യം കണ്ടത്. ദേശാടന പക്ഷികളും മയിലും എല്ലാം ഇഷ്ടം പോലെ വിഹരിച്ചു നടക്കുന്നു. വന്യമൃഗങ്ങളെ കാണാനായി ഞാൻ നടന്നു. മാനുകളും ജിറാഫുമെല്ലാം ഇഷ്ടം പോലെ പുല്ല് തിന്ന് നടക്കുന്നു. അരികിൽ ഒരു അലർച്ച കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു കടുവയാണ്. ഞാൻ നിന്നിരുന്നതിൻ്റെ പിന്നാലെയാണ് കടുവ ഇട്ടിരുന്നത്. അത് കമ്പിയിൽ നിന്ന് ഒരലർച്ച. അയ്യോ എന്ന് നിലവിളിച്ചു പോയി. ഞാൻ പിന്നിലേക്ക് മറിഞ്ഞു വീണു. ആളുകൾ ഓടിക്കൂടുന്നു. എന്നെ തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. അമ്മയാണ്. ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്വപ്നത്തിൽ കണ്ട കാഴ്ചകളും മൃഗശാലയിൽ കാണുന്ന കാഴ്ചകളും അതുപോലെ കടലിൽ കാണുന്ന കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ സ്വപ്നത്തിൽ കണ്ട കാഴ്ചകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് നിങ്ങളുടെ അടുത്ത് എഴുതാൻ വേണ്ടി പറയാം. അടുത്ത പ്രവർത്തനം 4B ആണ്, കത്തെഴുതുക എന്നുള്ളതാണ്. ഒരു ഓണക്കാലം. വർഷങ്ങൾക്ക് ശേഷം രാജു നാട്ടിലെത്തി. ഇത്തവണ അമ്മയ്ക്ക് കൂടെ വരാൻ കഴിഞ്ഞിട്ടില്ല. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തെളിരൊഴുകുന്ന പുഴയും തണുത്ത കാറ്റും. എന്ത് സുന്ദരമാണ് ഈ നാട്. ഓണക്കാലമാണ്. ചെടികളൊക്കെ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഓർക്കാൻ ഏറെ രസമുള്ള കാലമാണിത്. അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. നാട്ടിലെ വിശേഷങ്ങൾ വിശദീകരിച്ച് രാജു അമ്മക്കെഴുതിയ കത്ത് തയ്യാറാക്കൂ. അപ്പോൾ ആ ഒരു കത്താണ് രാജു ഇവിടെ കണ്ട കാഴ്ചകളെ കുറിച്ചിട്ടൊക്കെ അമ്മയോട് പറയുന്നതായിരിക്കും അല്ലേ. നിങ്ങളും അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അമ്മയോടൊക്കെ പറയും അല്ലേ. അപ്പോൾ ആ ഒരു കത്താണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. സ്ഥലം, തീയതി എന്നിവ എഴുതുക. അതിനുശേഷം, പ്രിയപ്പെട്ട അമ്മേ, ഞാൻ നാട്ടിലെത്തി. ഇപ്പോഴും ഇവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കാലം ഇത്ര കഴിഞ്ഞപ്പോൾ നാടിൻ്റെ രൂപവും ഭാവമെല്ലാം മാറിപ്പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തെളിനീരുമായി ഒഴുകുന്ന മാവായിപ്പുഴയും എന്നെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയി. ഓണക്കാലത്ത് പാടത്ത് പൂ പറിക്കാൻ പോയതും പുഴയിൽ തോർത്തു വിരിച്ച് മീൻ പിടിച്ചതുമെല്ലാം ഞാൻ ഓർത്തു. അമ്മയും കൂടി ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു. ഇനി വരുമ്പോൾ അമ്മയും കൂടി വരണം. സ്നേഹപൂർവ്വം, രാജു. ഓക്കെ, അപ്പോൾ രാജുവിന് ആ ഒരു അമ്മയെ മിസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം 5A ആണ്, ചിത്രം നോക്കി കഥ എഴുതൂ എന്നുള്ളതാണ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഒരു വലിയ മരത്തിൻ്റെ ചില്ലകളിൽ ധാരാളം പക്ഷികൾ കൂടുവെച്ചിരുന്നു. കൂട്ടത്തിൽ ഒരു പ്രാവും ഉണ്ടായിരുന്നു. അവൻ്റെ കൂട്ടുകാരെല്ലാം താമസിച്ചിരുന്നത് ദൂരെ മറ്റൊരു മരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ താമസിച്ചിരുന്ന മരത്തിലെ ആരുമായും പ്രാവ് കൂട്ടുകൂടിയിരുന്നില്ല. അപ്പോൾ അതാണ് അവിടെ തുടക്കം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള കഥ നിങ്ങൾ എഴുതി കൊടുക്കണം. അപ്പോൾ ഈ ചിത്രം കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഭാവനയിൽ വരുന്നത് അതനുസരിച്ച് നിങ്ങളൊന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇതിലെ അടുത്ത പ്രവർത്തനം 5B ആണ്, പ്രസംഗം തയ്യാറാക്കുക എന്നുള്ളതാണ്.
ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് താഴെ ബോക്സുകളിൽ കൊടുത്തിട്ടുള്ളത്. അവ ഉൾപ്പെടുത്തി റിപ്പബ്ലിക് ദിന പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൂചനകൾ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? വൈവിധ്യങ്ങളുടെ നാട്, വിവിധ ഭാഷകൾ, വിവിധ വേഷങ്ങൾ, നാനാത്വത്തിൽ ഏകത്വം, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സമരം ചെയ്ത പോരാളികൾ, ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ്, സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമ. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്തെഴുതാൻ, ഒരു പ്രസംഗം തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പ്രസംഗം എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രസംഗം എഴുതേണ്ടത് എന്നുള്ളത്. പ്രസംഗം എഴുതുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം? ഒരു അഭിസംബോധന വേണം അല്ലേ? മാന്യ സദസ്സിന് നമസ്കാരം. കേവലം കുറേ ഭൂമി മാത്രമല്ല ഭാരതം, അനേകം ആയിരം ആണ്ടുകളുടെ അനുഭവ സമന്വയമാണത്. തലമുറകളായി പകർന്നു പോന്ന ആ അനുഭവ സമ്പത്തിനെയാണ് നാം ഇന്ത്യൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വമാണ് ആ സംസ്കാരത്തിൻ്റെ അടിത്തറ. ഒരു പൂന്തോട്ടത്തിലെ പല നിറങ്ങളിലുള്ള പുഷ്പങ്ങളെ പോലെ വൈവിധ്യം നിറഞ്ഞതാണ് ഇന്ത്യൻ സംസ്കാരം. പലതരം ഭാഷകൾ, പലതരം വേഷങ്ങൾ, പലതരം ആഹാര രീതികൾ എല്ലാം ഒത്തൊരുമിക്കുന്ന മനോഹരമായൊരു പൂന്തോട്ടം. ഇവിടെ കച്ചവടത്തിന് വന്ന വിദേശീയരെ നമ്മളിലൊരാളായി ഭാരതീയർ പരിഗണിച്ചത് വിരുന്നുകാരായെത്തിയ അവർ പിന്നീട് വീട്ടുകാരായി മാറി. അവർ വീട്ടിലുള്ളവരെ പരസ്പരം ഭിന്നിപ്പിച്ച് വീടിൻ്റെ അധികാരികളായി മാറി. ഇന്ത്യയുടെ ഭൂരിഭാഗം ഗാന്ധി എന്നു നിങ്ങൾ കേട്ടുകാണും. അതിശക്തമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമ്പത്തും ധൈര്യവും ആയുധങ്ങളും ഒന്നുമില്ലാതെ എങ്ങനെ വിജയം കൈവരിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അനേകമായിരം ഇന്ത്യക്കാർ ആ വഴി പിന്തുടർന്നു. ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, സരോജിനി നായിഡു, രാജഗോപാലാചാരി, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരൊക്കെ അവരിൽ ചിലരായിരുന്നു. രാജ്യസ്നേഹികളായ അവർ അനുഭവിച്ച ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, സഹനങ്ങൾ, അതിൻ്റെയൊക്കെ ആകെത്തുകയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ വെടിഞ്ഞ് സഹനമാർഗങ്ങളിലൂടെ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ ചുമതലയാണ്. ജയ് ഹിന്ദ്. ഓക്കെ, അപ്പോൾ ഭാരതം എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ചോദ്യങ്ങളും അവിടെ ഉത്തരവും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്